നമ്മളിപ്പോൾ വന്നു വയ്ക്കുന്നത് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി എന്ന സ്ഥലത്താണ് കേട്ടോ. കഞ്ഞിക്കുഴി ബസ് സ്റ്റാൻഡാണ് ഈ ഇടത് സൈഡിൽ താഴോട്ടുള്ളത്. നേരെ മുന്നോട്ട് ടൗണൊക്കെയാണ്. ഇടുക്കിയിലെ മറ്റു സ്ഥലങ്ങൾ പോലെ ഒരു കുടിയേറ്റ ഗ്രാമമാണ് ഈ കഞ്ഞിക്കുഴി. നമുക്കിന്ന് ഈ കഞ്ഞിക്കുഴിയിലെ അടുത്തുള്ള കുറച്ച് പ്രദേശങ്ങളിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. ഒത്തിരി കാഴ്ചകളുണ്ട്. ഇവിടെ അധികം യൂട്യൂബർമാരൊന്നും അധികം വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് പണ്ടൊരിക്കലും ഒന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. ഇപ്പം നമ്മൾ കഞ്ഞിക്കുഴി ഒരു സെൻറ്ററിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇടത്തോട്ടുള്ള വഴി ആൽപ്പാറയ്ക്ക്, നേരെ പോയ വണ്ണപ്പുറം, തൊടുപുഴ, മൂവാറ്റുപുഴ ആ റൂട്ടിലൊക്കെ പോകാം. പിന്നെ കുറച്ച് മുന്നോട്ട് ചെന്നാൽ പള്ളിക്കലോട്ടൊക്കെ പോകാം. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒന്ന് വഴി 2-3 തിരിയുന്നുണ്ട്. അവിടെ നിന്ന് വലത്തോട്ടൊരു വഴി പോകുന്നുണ്ട്. അത് ചേലച്ചോടിനൊക്കെ ഷോർട്ട് കട്ടായിട്ട് പോകുന്ന വഴിയാണ്. ഇത് താഴോട്ട് കിടക്കുന്ന വഴി വട്ടോമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും ഇവിടുന്ന് മേളിലോട്ടൊരു വഴി കാണുന്നുണ്ട്. അത് ഒരു അമ്പലത്തിലോട്ട് കയറി പോകുന്ന വഴി കേട്ടോ. പശ്ചിമ കൈലാസ പഴനി ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. നമുക്കപ്പം ഈ താഴോട്ടുള്ള വഴിയാണ് പോവാം. ഇവിടെ ഈ കാണുന്നതാണ് കഞ്ഞിക്കുഴിയിൽ സ്കൂൾ കേട്ടോ. ഇത് കഞ്ഞിക്കുഴി വട്ടോമ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടുന്ന് വലത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴിക്ക് പോയാൽ നമുക്ക് ഈ പുന്നയാർ വെള്ളച്ചാട്ടമൊക്കെ പോയി കാണാവേ. വട്ടോമ്പാറയിൽ നമ്മൾ ഈ വഴിക്കാണ് പുന്നയാർ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത് കേട്ടോ. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടേ. ഇതാണ് നമ്മൾ വട്ടോമ്പാറ വഴി പുന്നയാർ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നൊരു റൂട്ട് കേട്ടോ. ഈ വഴി പോകുമ്പോൾ ഉള്ള കുറേ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇടുക്കി ജില്ലയിലെ മറ്റു പ്രദേശങ്ങൾ പോലെയൊക്കെ തന്നെ ഇവിടെയും കൂടുതൽ ഏലം അങ്ങനെയില്ല. എന്നാൽ കാപ്പിയും കൊടിയും റബ്ബറും കൊക്കോയും ഒക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കൃഷി രീതികളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ ആദ്യം പറഞ്ഞ പോലെ ഇപ്പോൾ കഞ്ഞിക്കുഴി ഭാഗത്താണ് കേട്ടോ. കഞ്ഞിക്കുഴിയിൽ നിന്ന് നമ്മൾ വട്ടോമ്പാറ വഴി വന്ന് പുന്നയാർ വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന ആ ഒരു വഴിക്കാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഈ വഴിക്ക് പോകുമ്പോൾ കൂടുതലും പാറയുടെ കാഴ്ചകളൊക്കെയാണ്. പക്ഷേ താഴെ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് മനോഹരമായ ഈ കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ കുറേ ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഇത് മാത്രമല്ല, പാൽക്കുളമേടുണ്ട്, അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അങ്ങോട്ട് നമുക്കിപ്പോൾ കയറത്തില്ല, കുറച്ച് നേരം അങ്ങോട്ട് കയറ്റി വിടത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പോകുന്ന വഴിക്കുള്ള ആ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാവേ. കഞ്ഞിക്കുഴിയിൽ നിന്ന് നമ്മൾ വട്ടോമ്പാറ വഴി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ ഒരു പുഴയൊക്കെ ഇങ്ങനെ ആരംഭിക്കുന്നത് കാണാം. ഇതാണ് താഴോട്ട് ചെന്ന് നമുക്ക് പുന്നയാർ വാട്ടർഫാൾസൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാവുന്നത്. ഇതുണ്ടോ, നല്ല മരങ്ങളും അതേ ചുറ്റിക്കിടക്കുന്ന വള്ളിക്കെട്ടുകളും ചെറിയ ചെറിയ കയങ്ങളൊക്കെ പോലെ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. വേനൽ കടുത്തോടുകൂടി പുഴയിലെ നീരൊഴുക്കിൻ്റെ ശക്തിയൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഈ പുഴയുടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാവുന്നതാണ്. ഇതൊക്കെ നല്ല മഴക്കാലത്താണെങ്കിൽ ഈ പുഴയൊക്കെ നല്ല രീതിയിൽ നിറഞ്ഞു വീഴും കേട്ടോ. പിന്നെ ഇതാ ഇങ്ങോട്ട് നോക്കി, മുകളിലോട്ട് വലിയ പാറക്കെട്ടുകളൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ കൂടെയുള്ള ഒരു വഴിയാണ് താഴോട്ട്. ഇതിങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ദാണ്ടെ അവിടെ ഒരു പാലമൊക്കെ കാണാമല്ലോ. ആ പുഴയ്ക്ക് കുറുകെ അടുത്ത് അക്കരെയുള്ള വീട്ടിലോട്ട് കയറാനുള്ളൊരു പാലമാണത്. നമുക്കപ്പോൾ ഇതുവഴി കയറിപ്പോയാൽ മുകളിലൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് ചുമ്മാ ഒന്ന് പോയിട്ട് വരാവേ. ഇപ്പോഴത്തേക്ക് ഇവിടെ വഴി കോൺക്രീറ്റ് ഒക്കെ നടക്കാം, അതൊക്കെ കഴിയട്ടെ. കുറേ സ്റ്റെപ്പുകളാണ് കേട്ടോ മുകളിലോട്ട്. നമുക്കൊന്ന് വഴി തെറ്റി കേട്ടോ. ഇതൊരു വീട്ടിലോട്ടുള്ള വഴിയാണ്. ആ പാറപ്പുറത്തോടെയൊക്കെ പിന്നെയും കുറേ വീടുകളുണ്ട് കേട്ടോ. ഓക്കെ, വഴി തെറ്റിക്കൊണ്ട് നമുക്ക് തിരിച്ച് റോഡിലോട്ട് ഇറങ്ങാം. ഇവിടെയൊക്കെ കുറേ വെള്ളമുണ്ട് കേട്ടോ വേനലായിട്ടും. ഇവിടുന്ന് അപ്പുറത്തോട്ടൊക്കെ മുറിച്ച് കിടക്കാൻ വേണ്ടിയൊക്കെ ഇവിടെ ഒരു പാലം പണിതുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ വാഗമണ്ണ് പോയ വഴിക്കൊക്കെ കണ്ടില്ലായിരുന്നു, പാറയുടെ മുകളിൽ ഇങ്ങനെ വീടൊക്കെ ഇരിക്കുന്നത്. അതുപോലെ ഇവിടെ കുറേ പാറപ്പുറം, അതിന് മുകളിൽ കൂടെ വീടുകളൊക്കെ ഉണ്ട് കുറേ കേട്ടോ. ഓ, ഇത് പാലമല്ല, ചെക്ക് ഡാം പണിയാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കേട്ടോ. മന്ത്രിയുടെ ഫണ്ട് കൊണ്ടൊക്കെ ഉള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ വഴിക്ക് ഇങ്ങനെ പോയിട്ട് ഈ മുകളിലത്തെ അമ്പലത്തിൻ്റെ അങ്ങോട്ടാണ് പോയിട്ട് വരാം കേട്ടോ. അതിൻ്റെ മുകളിലോട്ട് നല്ല വ്യൂ ഉണ്ട്. ഞാൻ വണ്ടി താഴെ വെച്ചിരിക്കുക, ഇവിടുന്നൊക്കെ നടന്ന് കയറി പോകുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി കേട്ടോ. അതുകൊണ്ട് നമുക്ക് നടന്ന് ആ ഒരു സൈഡിലൊക്കെ കുറച്ച് നല്ല വ്യൂ ഒക്കെ ഉണ്ട് മുകളിലോട്ട്. വണ്ടിയും കൊണ്ട് വന്നാൽ നമുക്കൊരു ഇവിടം വരെയൊക്കെ വരാൻ പറ്റുള്ളൂ. വേനൽ കടുത്തോടുകൂടി മരങ്ങളെല്ലാം ഉണങ്ങി വല്ലാതെ നിൽക്കുന്നുണ്ടോ. അവിടെ അമ്പലത്തിൻ്റെതായ ഒരു ഇതൊക്കെ കാണുന്നത്.
പാറക്കെട്ടുകൾ കൂടി തന്നെ ഈ വഴി കുറേ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. അമ്പലം ഇരിക്കുന്ന ഇവിടാണ്. അത് മഹാദേവി ക്ഷേത്രം, ശ്രീ സുബ്രഹ്മണ്യ സ്വാമി. ശിവരാത്രി ഉത്സവമൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ. വഴിപാട് കൗണ്ടറൊക്കെ ഇവിടെ. ഇതാ അമ്പലം. മുകളിലോട്ട് വേറെ അമ്പലം പണിയൊന്നു തോന്നല്ലേ. അങ്ങ് മുകളിലോട്ടും പാറക്കെട്ടുകളൊക്കെയാണ് കണ്ടോ. കഞ്ഞിക്കുഴി ഭാഗത്ത് ഇതുപോലത്തെ മനോഹരമായ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പാറ പൊട്ടിച്ച് മാറ്റിയിട്ട് ഗ്രൗണ്ട് പോലെയാണ്. പാറയുടെ പുല്ലുകളൊക്കെ ഉണങ്ങിക്കുന്ന നോക്കി. പിന്നെ അമ്പലം ശരിക്കും ഇതാണ്. നമ്മൾ അമ്പലത്തിനകത്തോടൊന്നും പോകില്ല, പുറത്തുനിന്നുള്ള ഈ ഒരു കാഴ്ചകളൊക്കെ കാണുന്നുള്ളേ. അപ്പം നമുക്കിനി ഈ പാറ പൊട്ടിച്ച ഈ ഒരു ക്യാപ്പിൽ കൂടെ അങ്ങോട്ട് കയറി പോയാലോ. ഇച്ചിരി കൂടെ ഹൈറ്റ് കയറി നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് താഴോട്ട് കാണാൻ കേട്ടോ. അമ്പലവും അവിടെ ഒരാൾ ഉപ്പുണ്ട്. അപ്പം നമ്മളിവിടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ചേട്ടാ പേരനാ? ബിനു. എവിടെ, അമ്പലത്തിലാണോ? സെക്രട്ടറി ആണല്ലേ. ഞാനെന്നാലും താഴെയും ചോദിച്ചു, അവിടെ നിന്ന് ഒരാളോടെ അങ്ങനെ ഇങ്ങോട്ട് കയറി വന്നാണ്. പിന്നെ ഇവിടെ കുറെ സിനിമ ഷൂട്ടിംഗ് നടന്നല്ലേ ഈ ഇടയ്ക്ക്? കൂടോത്രം ഇവിടെയൊക്കെയാണോ? അവിടെ ഉണ്ടല്ലേ. അവിടെ എന്തായിരുന്നു? അവിടെ ഒന്ന് ഒരു 2 ദിവസം ഷൂട്ട് ചെയ്തായിരുന്നു. ആണല്ലേ. നല്ല ലൊക്കേഷൻ അല്ലേ ഇവിടെ അല്ലേ? സിനിമാക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും. ഈ സ്ഥലമൊന്നും അധികം ആരും കണ്ടിട്ടില്ല, അതാണ് മെയിനായിട്ട്. എല്ലാം കൊണ്ടുപോയി അതുപോലെ ഒരു സംവിധാനമാണ്. കാരണം ഇത്രയും വിസ്തൃതിയായിട്ട് നമുക്ക് പാറ ഇങ്ങനെ കിടക്കുമല്ലേ, നടുക്കൊരു ക്ഷേത്രവും പിന്നെ അതുപോലെ ഒരു കുളം. ഞാൻ പറഞ്ഞു കുളമുണ്ട് അവിടെ. ഒരിക്കലും പറ്റില്ല, ഏത് വേനലും വന്നാലും പറ്റില്ല. കിണറാണോ കുളമാണോ? ഒരു 10-15 അടി താത്തുണ്ട്. ആണല്ലേ. കാരണം ഇവിടെ ഇതുപോലെ പാറപ്പുറത്തെ കണിക്കൊന്നാണോ? അത് കണിക്കൊന്ന. ഇനിയിപ്പോ വിഷുവാകുമ്പത്തേക്കോ പൂക്കൂല്ലേ? വിഷുവാകുമ്പത്തേനും പൂക്കും. അതന്നെ ഒരു പൂ എപ്പോഴും കാണൂത്തല്ലേ. അതിന്റെ നേരെ ഫ്രണ്ടിൽ പിന്നെ കൃഷ്ണന്റെ ക്ഷേത്രമേ. ഇതാണോ? ഇതാണ്. ഞാൻ കുറെ ആയിട്ട് ഇങ്ങോട്ടൊക്കെ വന്നൊന്ന് എടുക്കണമെന്ന് വിചാരിക്കുന്നു. ഈ വെള്ളം അല്ലേ? ഒരിക്കലും പറ്റില്ല. ഒരിക്കലും പറ്റില്ല. നമ്മൾ ആവശ്യങ്ങളൊക്കെ എടുക്കുന്നതാണോ? ആവശ്യത്തിന് ഇപ്പൊ നിലവിൽ എടുക്കുന്നില്ല. ഇതിന് തേകി റെഡിയാക്കണം അല്ലേ? എന്തായാലും ഈ പാറപ്പുറത്ത് ഇത്ര മുകളില് ഈ വേനൽക്കാലത്ത് വെള്ളം ഉണ്ടല്ലേ? അത് ഏത് കുടുംബം വന്നാലും പറ്റത്തില്ലേ? പറ്റത്തില്ലാത്തൊരു വെള്ളം. അങ്ങനെ അത് നമ്മൾ ക്ഷേത്രം പണിതപ്പം മുതൽ ഇത് ഉണ്ടല്ലേ ഉള്ള ഇത് കുളമാണ്. ഇവിടെ കണ്ടോ ഒരു ജലസംഭരണിയൊക്കെ വെച്ചിട്ടുണ്ടേ. വെള്ളം അടിച്ചിങ്ങോട്ട് കയറ്റിട്ട് ഇവിടുന്ന് സപ്ലൈ കൊടുക്കുന്ന നോക്കിയാൽ അങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ. ആ മോളിൽ ചെന്ന് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഭയങ്കര ഹൈറ്റാണ്. പാറ വെട്ടി ഇറക്കിയേക്കുന്നത്. ശ്രദ്ധിക്കുന്ന പറഞ്ഞാൽ വെള്ളം കിടപ്പം വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നു. ഇവിടെ ഒരു പൂവുണ്ടോ ചുവട്ടിൽ കുറച്ച് പച്ചപ്പൊക്കെ ആയിട്ട്. നോക്കിയേ ഒരു ജലസംഭരണി ഈ പാറയുടെയൊക്കെ ഒത്ത നടുക്കായിട്ടാണ്. ഇപ്പൊ സിനിമാക്കാരുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ആയിരുന്നു ഇവിടെ എല്ലാം. ഈ ഒരു മേഖലയായിരുന്നു ഒരു കൂടോത്രം സിനിമ മെയിനായിട്ട് ചെയ്തു കേട്ടോ. താഴെ ഒരു വീടുണ്ട്, ഒരു നല്ല വീടാല്ലേ. ഇതുണ്ട് ഇവിടുന്ന് മുകളിലോട്ട് ഒരു ഇതുണ്ടോ. പക്ഷെ അങ്ങോട്ടേക്ക് അങ്ങനെ രസമാണ്. ഇവിടെ എല്ലാം വെള്ളമുണ്ട് കേട്ടോ. അവിടുന്ന് ഓസിട്ടേക്ക് നോക്കിയാൽ മുകളിൽ നിന്ന് ഇങ്ങോട്ട് അതിലങ്ങനെ കയറിപ്പോയ ഒരു ഇടുക്ക് ഒരു സംഭവം കേട്ടോ. അതിൻ്റെ അപ്പുറത്തോട്ട് എന്താണോ ഇവർ ഈ അമ്പലത്തിൻ്റെ പള്ളിവേട്ടയൊക്കെ നടത്തുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. മുകളിലോട്ട് അവിടെ അങ്ങേയറ്റം ഇവിടെ ഇതുണ്ട് ഒരു പാറക്കെട്ട്. നമ്മളിങ്ങനെ ഈ പൊക്കത്തിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അമ്പലം കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. താഴെ ഗുരുമന്ദിരവും മുകളിൽ സുബ്രഹ്മണ്യ ദേവി ക്ഷേത്രവും. എങ്ങനെയുണ്ട് നമ്മുടെ ഈ കഞ്ഞിക്കുഴി ഭാഗത്തെ കാഴ്ചകളൊക്കെ? ഇവിടെ ഇനി കുറെ കൂടി കാണാനുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ സിനിമ വന്നതിന് ശേഷം അതിൻ്റെ ഒരു ലൊക്കേഷനാണ് മെയിനായിട്ട് ഇവിടെ ഒന്ന് എടുക്കണമെന്ന് ഞാൻ ഒത്തിരി നാളായിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതായിരുന്നു. ഇപ്പോൾ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടാട്ടെ എന്ന് വിചാരിച്ച, അല്ലെങ്കിൽ പിന്നെ നമ്മളവരുടെ ലൊക്കേഷനൊക്കെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലല്ലോ. സിനിമ ഇറങ്ങിയ ശേഷം ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ടേ. അവിടെ ചേട്ടൻ്റെ വീടൊക്കെ ഉണ്ട്.
നമുക്ക് ചേട്ടനെ പോയത് പരിചയപ്പെട്ട് വരാം. പട്ടിയെ കെട്ടിയിട്ടേക്കോണോ? ആ, ഞാനൊരു ചെറിയ യൂട്യൂബ് ചാനലിൻ്റെ ഒക്കെ പരിപാടിയാണേ. ആ, വിനോ ഇടുക്കി. ആ, അങ്ങനെയാണ്. കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ആ, ഇതാണ് നമ്മുടെ വീട്. ആ, ഈ പാറല് ഭയങ്കര ചൂടി ഓരോരുത്തർ നിൽക്കുന്നുണ്ടോ? അവൻ എന്നോട് മൂപ്പിക്കോ? കമ്പിയല്ലേ? ഇവിടെ വരെ വരുമോ? വരുവുള്ളതേ. ആ, പേര് പറയൂ. എവിടെ? പ്രതാപൻ. അടിപൊളി പേരാണല്ലോ. എവിടെ? ഇതാണ് വീട്. എന്നാ കൃഷിയൊക്കെ ഇതൊക്കെ തന്നെ? ആ, പ്ലാവുണ്ടല്ലേ? പിന്നെ കൊടിയൊക്കെ, പശു വളർത്ത്. ഇതാ പഴയ മോഡല് പശുത്തൊഴുത്തൊക്കെ കണ്ടിട്ടില്ലാത്തവർക്ക് അതൊക്കെ കാണാം കേട്ടോ. ഇതെ പശുവും കിടാവും ഒക്കെ നിൽക്കുന്നുണ്ടോ? ഇവിടെ ഉള്ളവർക്കൊക്കെ ഇതൊക്കെയാണ് തൊഴിൽ. എന്നാടി എന്നാണ്ട് ഇടുക്കി, ഞാൻ കട്ടപ്പന. ആ, ചേട്ടനും പിന്നെ ആരൊക്കെ ഉള്ളേ? കുടുംബം അല്ലേ? പിള്ളേരൊക്കെ പഠിക്കുവാ അല്ലേ? പുലിപ്പണിക്ക് പോവാ? ആ ആ ആ. ഇവിടെ ഈ സിനിമ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, എന്നാൽ ഈ സ്ഥലമൊക്കെ നമ്മൾ കുറെ കണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ വന്നില്ല, ഞാൻ വരണമെന്ന് വിചാരിച്ചേ. ആ, കൂടോത്രം. അപ്പൊ ഞാൻ എന്നാ ചോദിക്കുന്നറിയോ, അവര് അത് കഴിഞ്ഞു പോയിട്ട് എടുക്കുന്നല്ലേ നല്ലോ, സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇപ്പം വന്നോ ഞാൻ. ആ, അപ്പൊ ഇവിടെ ഇങ്ങനെ താമസിക്കുന്നു അല്ലേ? നിങ്ങൾ അടുത്ത സിറ്റി എവിടെ പോകുന്നത്? കഞ്ഞിക്കുഴിയോ? കഞ്ഞിക്കുഴിക്ക് പോകല്ലേ? ആ, വെള്ളമൊക്കെ എങ്ങനെയാ ചേട്ടാ? വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ കിട്ടുമല്ലോ? ഓസിക്കൂടെ വെള്ളം വരും അല്ലേ? അതുകൊണ്ട് കുഴപ്പമില്ല. നിന്ന് പോവോ? അപ്പൊ പിന്നെ കുടിവെള്ളത്തിന് തന്നെ ആയിരിക്കും വീണ്ടും കുത്തി. അതിനാ മോളിൽ നിന്ന് എങ്ങനെ പോകുന്നത്? ആ, മലയെന്നോ? അല്ല, മോളിൽ നിന്നൊക്കെ ഓസ് കിടക്കുന്നതാണോ അപ്പുറ സൈഡ്? അതിലൊരു ഓസ് മുകളിലോട്ട് ഇറങ്ങി ആണല്ലേ? ആ ആ, ജലനിധി അല്ലേ? അപ്പൊ അങ്ങനെ അങ്ങനെ അപ്പുറത്തോട്ടൊക്കെ പോയിച്ചോ കാഴ്ചകളൊക്കെ കാണാമെന്ന് ചോദിച്ചൊക്കെ ഇറങ്ങിയായിരുന്നു. ആ, കാലത്ത് പറഞ്ഞു അല്ലെങ്കിൽ വൈകുന്നേരം പറഞ്ഞു അല്ലേ? നമ്മൾ എത്തി വരുമ്പോൾ ഒരു സമയം ആവുവേ. ചേട്ടന്റെ പറമ്പൊക്കെ കണ്ടോ? വരണ്ട് കിടക്കും എല്ലാം വെയില് കാരണം. തെങ്ങൊരെണ്ണം മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടല്ലേ? ആ, പിന്നെ കൂട്ടിന് പട്ടി. പന്നിയൊക്കെ വരുമോ ഇതേ? പന്നി ആ, ആന വരാൻ ചാൻസ് ഇല്ല ഇവിടെ. ആ, ഇവിടെ നോക്കി ഒരു പാറ ഇരിക്കുന്നുണ്ടോ? നല്ല ഷേപ്പാട്ടോ കാണാൻ. പട്ടി അവിടുന്ന് ഇവിടെ വരെ വരും കേട്ടോ, കമ്പിയെ കൂടെ നോക്കി. അതിന്റെ ഷേപ്പ് നോക്കിയാ പാറയുടെ. ഇവിടെ വന്നിട്ട് എത്ര കൊല്ലമായി? എവിടുന്നാ വന്നേ? മുണ്ടക്കയത്ത് എവിടെ? പാലൂക്കാവ്. അവിടെ അല്ലായിരുന്നോ നല്ല? പിന്നെ ഇങ്ങോട്ട് പോന്നേ? അപ്പൊ ഇടുക്കിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയല്ലേ? അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നേ. 50 കൊല്ലമായല്ലേ? ചാച്ചന്റെ ഒക്കെ കാലത്ത് വന്നോ അല്ലേ? കുഞ്ഞായിരുന്നു അല്ലേ? ആ, എന്തായാലും കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, പണികളൊക്കെ ഉണ്ടേ കുഴപ്പമില്ല. എന്നാ പണിക്കൊക്കെയാ പോകുന്നേ? കൃഷിപ്പണികളൊക്കെ അല്ലേ? ആ, അടുത്തൊക്കെ ഉണ്ട്. ഇപ്പൊ മുളക് സീസൺ ആയിരിക്കും അല്ലേ? ആ, നമുക്ക് മുളകും ഗ്രാമ്പും ഒക്കെ ഉണ്ടോ? ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. താഴെ പറമ്പുണ്ടല്ലേ? ആ, ഈ ഒരു ഭാഗം ഇങ്ങനെ. ഇവിടെ വഴി ശരിയാവുന്നില്ല അല്ലേ? പാറപ്പുറത്തൂടെ തന്നെ ഇങ്ങനെ ഒരു വഴി ശരിയാവില്ല. താഴെ ആ അവിടെ വരെ റോഡ് പണിതിട്ടുണ്ടല്ലേ? പിന്നെ കുറച്ചും കൂടെ നടക്കണം. ആ, ചെറിയൊരു നടത്തേ ഉള്ളൂ, കുഴപ്പമില്ല. താഴെ നല്ലൊരു വീടൊക്കെ കാണാമല്ലോ. ആ, ഇവിടെ എവിടെ നോക്കിയാലും മലനിരകൾ മാത്രം, പാറക്കെട്ട അല്ലേ? ശരിയാ, ഞാൻ താഴോട്ടും കൂടെ പോയി നോക്കട്ടെ. അപ്പൊ ചേട്ടന്റെ വീടൊക്കെ സിനിമ ഷൂട്ടിങ്ങിന് പോയതാണോ? ആണല്ലേ? ആ, ഓരോ സീനൊക്കെ അതിനകത്ത് ഈ വീട്ടിലും എടുത്തോ അല്ലേ? അങ്ങനെ സൈഡ് അല്ലേ? ആ, ഈ മോളിൽ കൂടെ അല്ലേ? അതൊക്കെ ഇതിന്റെ മോളിൽ നിന്നാകും. ഈ ഭാഗത്താണോ ഇത് വരുന്നോ? ആ, അതെടുത്ത് എവിടെയാ? അതിന്റെ മോള് വശത്താണോ? ആ, ഞാനാ വന്ന ആ മുകളിലോട്ട് കാണിച്ച ഭാവം അല്ലേ? അതെവിടെ? കളരി അവിടെയായിരുന്നു? ആ, തെങ്ങ് നിൽക്കുന്നിടത്ത്. ഓ, അവിടെയാണോ അവര് കളരി കെട്ടിയേ? ആ, അത് കാണിക്കുന്നുണ്ട്. ആ, അഭ്യാസം അതൊക്കെ അവിടെ ആയിരുന്നു അല്ലേ? അത് കാണിക്കുന്നുണ്ട്. ആ, മറ്റേ ആ ഒരു കസ്റ്റഡിയുള്ള പുള്ളി. ശരിയാട്ടോ, സിനിമയുടെ ആ ഒരു ഹൊറർ ടച്ചൊക്കെ കൊടുക്കുന്ന ഒരു ഭാഗം ഇവിടെ നിന്നാണ് അവർ കൊടുത്തോട്ടോ. ഈ ഒരു ഭാഗം കണ്ടോ, പാറയൊക്കെ ആയിട്ട് ഇതിൻ്റെ ഇടയ്ക്കുന്ന്. ഇപ്പോഴേ ഞാൻ ഓർക്കുന്നേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേ. കൊള്ളാം കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ, അതിനെ പറ്റിയൊരു മേഖലയും. ഇതുകൊണ്ടോ താഴേന്ന് പൈപ്പ് ലൈൻ അടിച്ചിട്ടേക്കുന്നുണ്ടോ ആ വാട്ടർ ടാങ്കിലോട്ട്? താഴേക്ക് വെള്ളം ഇത് കയറ്റിക്കൊണ്ട് വരുന്നതാണോ ഇറക്കി വിടുന്നതാണോ അറിയില്ല. അതിലെ പൈപ്പ് ലൈൻ, ഇതിലെ പൈപ്പ് ലൈൻ. ഈ പാറയുടെ ആ സൈഡൊക്കെ കുറേ ആൾക്കാർ പിന്നെ താമസക്കാരുണ്ട് കേട്ടോ.
പാറയാന്ന് പറഞ്ഞാലുവേ, പക്ഷേ ഇതൊരു ഭയങ്കര ഭംഗി കേട്ടോ കാണാൻ. ഇവിടെ ഈ പാറപ്പുറത്തൊരു സംഭവം കിടപ്പുണ്ടേ, ഇതുണ്ടോ, ഇതാണ് മലയിഞ്ചി എന്ന് പറയുന്ന സാധനമാണേ. മലയിഞ്ചി വെട്ടി ഉണങ്ങാനിട്ടിരിക്കുന്നോ. ഇത് ആയുർവേദ മരുന്നുകളിലേക്കൊക്കെ പോകുന്നൊരു സംഭവമാണേ. മലയിഞ്ചി കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ, ഉണങ്ങാനിട്ടിരിക്കുന്ന. നമ്മളീ വാഗമണ്ണ് ഇല്ലിക്കക്കല്ല റൂട്ടിലൊക്കെ പോകുമ്പോൾ ഇഷ്ടംപോലെ കാണാം ഇതേ. ഈ ഭാഗത്തും ഇതിൻ്റെ കൃഷിയുണ്ട്, ആ വീട്ടുകാരുടെയൊക്കെ ആയിരിക്കും ഇത്തോട്ട് കിടക്കുന്നത്. ചില മേഖല ഇതേ നല്ല രീതിയിൽ ഇതിൻ്റെ കൃഷിയുണ്ട്. ഒരുപാട് നല്ല വിലയുണ്ട് കേട്ടോ ഈ സാധനത്തിനൊക്കെ. ഇപ്പം ഇവിടെയും എന്തോ ഉണങ്ങാനിട്ടിട്ടുണ്ട്. മഞ്ഞൾ അരിഞ്ഞ് ഉണങ്ങാനിട്ടിരിക്കുന്നുണ്ടോ. ഇത് കൊണ്ടുപോയിട്ട് അവരെ മില്ലിൽ കൊണ്ട് പൊടിപ്പിക്കും. നല്ല ശുദ്ധമായ മഞ്ഞൾ, നല്ല മണമുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഈ പാറയിൽ കൂടെ തന്നെ കുറേ നേരമായി കയറി ഇറങ്ങി നടക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങി പോകാം. ഇനി അപ്പുറത്തെ ഭാഗത്ത് കുറച്ച് കാഴ്ചകളും കൂടെ ഉണ്ട്. ഇന്നിപ്പോൾ ഈ വീഡിയോക്ക് ഇത്ര ലെങ്ത്തൊക്കെ കൂടുവേ, എന്തായാലും ശ്രദ്ധിച്ചിരുന്ന് കാണുക. അപ്പോൾ ഇവിടെ നിന്ന് ചേട്ടന്മാരൊക്കെ പറഞ്ഞേ, ഞാൻ ചോദിച്ചു ഈ പുഴ എവിടെ നിന്നാണ് തുടങ്ങി വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു മക്കുള്ളി വനത്തിൽ നിന്നും തുടങ്ങി വരുന്ന മൈലപ്പുഴ എന്ന് പറഞ്ഞ പുഴയാണെന്ന് പറഞ്ഞത്. താഴെ ചെന്ന് പുന്നയാർ വാട്ടർഫാളായി മാറുന്നത്. അപ്പം നോക്കി ഇവിടെ ഒട്ടും തന്നെ വെള്ളമില്ല, താഴോട്ട് താഴെ ചെന്നാൽ വെള്ളച്ചാട്ടത്തിൽ വെള്ളം കാണുകയല്ലായിരിക്കും. ഇവിടെ കണ്ടോ, ഇവിടുന്ന് താഴോട്ട് നല്ല ഇറക്കമാണ്. ഇപ്പം ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഇതിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. വെള്ളമൊക്കെ ഉള്ള സമയത്തെ നമുക്ക് വെള്ളം ഇപ്പോൾ കുറഞ്ഞു വയ്ക്കുന്നതുകൊണ്ട് കുറച്ചിങ്ങനെ ഒന്ന് ഇതിലേക്ക് ഇറങ്ങി നോക്കാം. വെള്ളമുള്ളപ്പോൾ എന്തായിരിക്കും ഭംഗിയല്ലേ, എന്തുമാത്രം ഓസുകൾ കിടക്കുന്നു. എനിക്ക് താഴോട്ട് കിടക്കുന്ന വെള്ളം കൊണ്ടുപോകുന്നേ. ഇതുണ്ടോ, ഇവിടുന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ കാണുന്ന കണ്ടോ ഒരു മല ചെരുവിങ്ങനെ പാറക്കെട്ട്, അതാണ് സിനിമയിൽ വരുന്ന വെള്ളിമല എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അതിന്റെ മുകളിൽ കുറെ വീടുകളൊക്കെ ഉണ്ട്. പറ്റുവാണെങ്കിൽ നമുക്ക് അതിലേലും പോയി അവിടെയൊക്കെ ഒന്ന് കയറണമെന്നുണ്ട്. നോക്കാം എങ്ങനെയാന്ന്. ഇവിടുന്ന് നല്ലൊരു കാറ്റാണേ, അടിപൊളി കാറ്റാ ഇവിടെ. ആ കുറച്ച് വെള്ളം ഇങ്ങനെ താഴോട്ട് ഒഴുകുന്ന ആ ഒരു കാഴ്ചയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ ഡിസൈനറി കാഴ്ചകൾ ഇവിടെ ഉണ്ട്. വള്ളിക്കുടിൽ പോലെ എനിക്ക്. പക്ഷെ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ ആൾക്കാർ വൈകിട്ടൊക്കെ വന്നിരുന്ന് ഉപ്പിയെല്ലാം വലിച്ചെറിഞ്ഞിട്ടുണ്ട്. പക്ഷെ പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. നോക്കിയൊരു കുഴിയുണ്ടോ, എന്താല്ലേ വെള്ളം കെട്ടി 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 കുഴിയായി പോയത്. നല്ല കിടിലം വ്യൂ ആട്ടോ. വെള്ളിമലയുടെ അടിവാരം, ഞാനാ മലയ്ക്ക് പേരിട്ട് വെള്ളിമല. വെള്ളിമല എന്നൊക്കെ വരും കേട്ടോ ടൈറ്റില്. എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ ലാസ്റ്റ് ഭാഗത്ത് ആ പിള്ളേർ പോയി വിളുമ്പത്ത് നിൽക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അതും അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്നൊക്കെ താഴോട്ട് നല്ല ഇറക്കമാണ്. ഇടുക്കിയിൽ ഇത്രയും പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം വേറെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊന്നും അധികം യൂട്യൂബിലൊന്നും വന്നിട്ടില്ല കേട്ടോ. ആ സൈഡിലെ മുകളിലോട്ട് വീടുകളുണ്ട്, അതിന്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ അങ്ങോട്ട് കയറാൻ വഴിയുണ്ട്. ഇടുക്കിയുടെ മലമടക്കുകളുണ്ടോ, ഇതൊക്കെ കണ്ടാലേ നമുക്കും കഥ വരും, സിനിമ വരും, എല്ലാം വരും അല്ലേ. ഇതുണ്ടോ കപ്പിലാവ് പൂത്തുമൊക്കെ നിൽക്കുന്നുണ്ടോ, നല്ല കപ്പിലാവ് പഴത്തിൻ്റെയൊക്കെ മണം വരുന്നുണ്ട്. ഇട്ടേല് കാണുന്നില്ല, പൂവാ കൂടുതലും. ആ ഉണ്ട് കേട്ടോ, പിഞ്ചണ്ടിയൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ നോക്കിയേ, കയ്യാലൊക്കെ കെട്ടി ഉണ്ടാക്കിയെടുത്ത അവിടെ മുകളിലൊരു വീടുണ്ടേ, അതാണ്ട്. പിന്നെ അതുപോലെ ഇവിടെ താഴെ ഒരു വീടുണ്ട്, പഴയ പശുത്തൊഴുത്തൊക്കെ ഉണ്ടോ. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഈ കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റ് മാത്രമല്ല കുത്തിറക്കമാണ്. അവിടെ നിന്നൊരു ഓട്ടോ കയറി വരുന്ന നോക്കി, എന്ത് പാടുപെട്ട് അത് കയറി വരുന്നു. നമ്മളിനി താഴോട്ട് കുറേ ഇറക്കം ഇറങ്ങണം, എന്നാലേ എത്തുള്ളൂ. നല്ല അവറാങ്കിയർ ഇട്ടാ ഓട്ടോ കയറുന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെ ഉണക്കാന്ന് പറഞ്ഞാൽ നല്ല കൃഷിയിടങ്ങൾ കേട്ടോ. കാപ്പിയും കൊടിയും ഗ്രാമ്പും ഏലം, കുറച്ച് ഏലം അങ്ങനെ ഇല്ല ഇങ്ങോട്ട്, പക്ഷെ നല്ല ഗ്രാമ്പും ഒക്കെ നല്ല മണം വരുന്നുണ്ടേ. ഇതിലെ സ്ഥിരം ഇങ്ങനെ ഓട്ടോയൊക്കെ പോകുന്നു കേട്ടോ. ഒരു കപ്പിൽ മാമ്പഴം കിടക്കുന്ന കേട്ടോ. ഇതുണ്ടോ, നമ്മൾ ഇറങ്ങി വന്ന വഴിക്ക് ഉള്ള കൃഷി ഇത് കണ്ടോ, ഇത് റബ്ബറാണേ. നല്ല പാറക്കെട്ട, അതിനകത്തോടെയാണ് ഈ റബ്ബർ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇഷ്ടംപോലെ പാറയാണ്, മണ്ണിനെക്കാട്ടി കൂടുതലായിട്ടും. എങ്കിലും റബ്ബറൊക്കെ ഇവിടെ നല്ല രീതിയിൽ വരുന്നുണ്ടേ. ഇതൊക്കെ കാണുന്നുണ്ടോ. പിന്നെ ഈ തൊട്ട് താഴെ കാണുന്നത് ഇതുണ്ട്, ഇതൊരു അംഗനവാടിയാണേ, പുന്നയാറിലെ അംഗനവാടി. വീണ്ടും താഴെ നിന്നൊരു ഓട്ടോ കയറി വരുന്നുണ്ട്. ആ താഴോട്ട് പോയ വണ്ടി തന്നെയാണ്. അംഗനവാടിയുണ്ട്. ഞാനേ
വെള്ളം കൊണ്ടുവരാൻ മറന്നുപോയേ. ഇപ്പോൾ ടീച്ചറോട് ഇച്ചിരി വെള്ളം ചോദിച്ച് വെള്ളം മേടിച്ച് കുടിക്കുക ഇവിടുന്ന്. അംഗനവാടിയുടെ മുറ്റത്ത് കുറച്ച് പൂക്കൾ നിൽക്കുന്നുണ്ടോ, നല്ല മഞ്ഞ പൂക്കൾ. മോളിൽ നിന്ന് ഇങ്ങോട്ടേ നല്ല ഇറക്കമായിരുന്നു കേട്ടോ. ഞാൻ നല്ല കാല് കുത്തി ഇറങ്ങി വന്ന്. അപ്പോൾ അംഗനവാടി ഞാൻ ഇച്ചിരി വെള്ളം മേടിച്ച് കുടിക്കാം കേട്ടോ. ഞാൻ അവിടുന്ന് വെള്ളം മേടിച്ചുകൊണ്ട് വരേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയി. അന്നേരം ഇവിടെ ടീച്ചർ എനിക്ക് കുടിക്കാൻ വെള്ളമൊക്കെ തന്നേ. നല്ല ചൂടുവെള്ളം. ഇവിടെ കണ്ടോ കുറച്ച് വാഴക്കൃഷി. ഈ വെള്ളത്തിന് ക്ഷാമമുള്ള കല്ലുള്ള പ്രദേശത്ത് വാഴ വെച്ചിരിക്കുന്നുണ്ടോ. അതിനിടയ്ക്കൂടെ ഒരു ചെറിയ നീർച്ചാലുണ്ട് കേട്ടോ. അതുകൊണ്ടോ അതിലെ വെള്ളം ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. അപ്പോൾ എവിടെ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് അവർ ചിലപ്പോൾ മോട്ടർ വെച്ച് അടിക്കുവാണ്. നോക്കാമല്ലേ. അതെ, ചെറിയ ഇതാട്ടോ, ചെറിയ ചാലും വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ. അതുകൊണ്ടോ മുകളിലോട്ട് വഴി കയറി പോകുന്ന നോക്കി, വീടുകളിലോട്ട് പോകുന്ന വഴി ആയിരിക്കും അതല്ലേ. ഇതാണ് പുന്നയാറ് വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന വഴി. പക്ഷെ ഇറങ്ങിപ്പോയാൽ താഴെ വെള്ളമൊന്നും ഇല്ല. ഈ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ കുറച്ച് മുന്നോട്ടങ്ങ് പോവാം. എന്തായാലും നമുക്ക് കുറച്ചൊന്ന് പോയിട്ട് വരാം അല്ലേ. പണ്ടൊരിക്കൽ ഞാൻ ഇവിടെ വന്നപ്പം അന്ന് വെള്ളം ഉണ്ടായിരുന്നു. ഇതൊരാളുടെ പറമ്പിൽ കൂടെ ഈ വഴി പോകുന്നു കേട്ടോ. നമ്മൾ അവർക്ക് ഉപദ്രവമൊന്നും ഉണ്ടാക്കാതെ ഇതിലങ്ങ് പോവാം. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളച്ചാട്ടം കണ്ടുവരിക. കൊക്കോയൊക്കെ കഴിക്കുന്നുണ്ടോ, കൊക്കോ, ജാതി ഇങ്ങനെയുള്ളതൊക്കെയാണ് കൃഷികൾ. ഇതുണ്ടോ വെള്ളം ഉണ്ടെങ്കിൽ എന്താ ഇവിടം വരെയൊക്കെ വെള്ളം കയറി വരും. ഇപ്പോൾ ഇതാ വെള്ളമില്ല, ചെറിയ ചെറിയ ഒഴുക്കുകളൊക്കെ ഉള്ളൂ. പക്ഷെ ആ ഒരു ചെറിയ ഒഴുക്കും കാണാൻ ഒരു രസമുണ്ടല്ലേ വേനൽക്കാലത്താകുമ്പോൾ. ഇതുണ്ടോ ഇതിലെ കല്ലേക്കൂടെയൊക്കെ ചാടി മറിഞ്ഞു വേണം അപ്പുറത്തോട്ട് പോകാൻ. ഇതിൻ്റെ മുകളിലായിട്ടാണ് ആ ഒരു വെള്ളച്ചാട്ടമുള്ളത്. നമുക്ക് നല്ലൊരു തണുപ്പൊക്കെ ആയിട്ട് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാം കേട്ടോ. പിന്നെ ഈ മരങ്ങളുടെയൊക്കെ തണലിലൊക്കെ ആയിട്ടിങ്ങനെ വെള്ളം കണ്ടില്ലെങ്കിൽ പോലും അറ്റുവഞ്ചിയൊക്കെ നിൽക്കുന്നുണ്ടോ. ഈ ഒരു മരത്തിൻ്റെ വേരൊക്കെ നോക്കി, ഒരു പ്രത്യേക രീതിയിലുള്ള മരങ്ങളൊക്കെ. ഇത് ഇങ്ങനെ പോയിട്ട് ഇത് അങ്ങ് മുകളിലായിട്ടാണ് വെള്ളച്ചാട്ടം വരുന്നത്. അവിടെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോകുന്നില്ല കേട്ടോ. ഇവിടം കൊണ്ടൊക്കെ ഇങ്ങനെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ദോ കാണുന്നതാണ് പുന്നയാർ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗം കേട്ടോ. വെള്ളമില്ലാത്തതുകൊണ്ടേ അങ്ങോട്ട് കയറിപ്പോയിട്ടും വലിയൊരു സുഖമൊന്നുമില്ല. അത്തിവഞ്ചികളാലൊക്കെ നിറയപ്പെട്ട ഒരു നല്ല രസമുള്ള ഒരു ലൊക്കേഷൻ. ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ലൊരു കുളിരൊക്കെ വരുന്നുണ്ട്. കുളിരെന്ന് പറഞ്ഞാൽ എന്താ, ഒരു ചെറിയ തണുപ്പൊക്കെ. അങ്ങ് മുകളിൽ അതിന് മുകളിലായിട്ടാണ് കേട്ടോ ആ വെള്ളിമല എന്നൊക്കെ പറഞ്ഞ സ്ഥലം. വെള്ളിമലയല്ല, ആ മലയ്ക്ക് വട്ടോമ്പാറ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ആ മലയ്ക്ക് വേറൊരു പേരാണ്, ഒരു കോളനിയാണത്. വെള്ളം ഉണ്ടെങ്കിൽ ആൾക്കാർ ഈ ഒരു സൈഡ് പറ്റി അങ്ങോട്ട് കയറി പോകുന്നു കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഇന്നത്തെ വീഡിയോയുടെ ടോട്ടലി ഒരു പകുതി ആയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. രണ്ടെണ്ണം ആക്കണോ? രണ്ടെണ്ണം ആക്കിയാൽ വലിയ രസമില്ല, ഒറ്റയടിക്ക് പോട്ടെ. ആ വെള്ളച്ചാട്ടത്തിനവിടെ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പം എന്താ ഇവിടെ പുന്നയാർ പാലമൊക്കെ കാണാം കേട്ടോ. അതാണ് പുന്നയാർ പുഴയ്ക്ക് കുറേയുള്ള പാലം. ഈ ഒരു ഭാഗം കേട്ടോ. ഇവിടെയായിരുന്നേ അവർ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കടകളുടെയൊക്കെ സെറ്റ് ഇട്ടിരുന്ന സ്ഥലം. പിന്നെ ഇവിടെ ഒരു കുരിശുപള്ളി ഉണ്ടായിരുന്നേ. ഞാനന്ന് വന്നപ്പോൾ ഈ കുരിശുപള്ളി കണ്ടപ്പോൾ ഒറിജിനലാണെന്ന് വിചാരിച്ചു കേട്ടോ. അതുപോലെയുള്ള സെറ്റായിരുന്നു. കട പിന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുമായിരുന്നു. ഈ ഒരു സൈഡ് ഇങ്ങനെ അവർ 3-4 കടകളിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ വെള്ളച്ചാട്ടം താഴെ മുകളിലുള്ളതിൻ്റെ പേരിൽ കുറച്ച് ടൂറിസം ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് അവിടെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ ഒന്ന് പോകാം. പക്ഷേ ഇതിൻ്റെ താഴെ ഒരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ വെള്ളച്ചാട്ടം. പക്ഷെ ആ വെള്ളച്ചാട്ടത്തിലോട്ടാണെന്ന് പറഞ്ഞാൽ നമുക്കേ പോകത്തില്ല. ഇപ്പോൾ അവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് വെറുതെ അവിടെ വരെ നടന്ന് മെനക്കെടാവുന്നല്ലാതെ വേറെ ഒരു കാര്യമില്ല. വെള്ളം ഉണ്ടെങ്കിൽ അത് രസമായിരുന്നു. എനിക്ക് കപ്പല വരെ പൂത്ത് നിൽക്കുകയാണ്. ഇതാണ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയൊക്കെ കയറി ഇരിക്കാം നമുക്ക്, അതുകൊണ്ടോ. പക്ഷെ ഇപ്പം എല്ലാം അടച്ചു പൂട്ടിയിട്ടിരിക്കുക.
ഇവിടുന്ന് വെള്ളമുള്ള സമയത്താണ് ഇവിടുന്നൊക്കെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. ഇതുകൊണ്ട് ഇതിലെ ഇങ്ങനെ ഒരു വഴിയുണ്ട്, ആ വഴിക്കൂടെ പോയിട്ടാണ്. ഇതാണ് കേട്ടോ പുന്നാറ് മെയിനായിട്ടുള്ള വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന വഴി, വലത്തോട്ട് കിടക്കുന്ന വഴിയാണ്. അതിലെ ഞാൻ പണ്ടൊരിക്കൽ നമ്മളൊന്ന് പോയിട്ടുള്ള ഈ കാണുന്ന വഴിയൊന്നുമല്ല. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് ചെന്നാൽ പിന്നെ കുറച്ച് നന്നായിട്ട് നടക്കണം. മാത്രമല്ല അവിടെ വെള്ളമില്ല. വെള്ളമുള്ള ഒരു സമയത്ത് നമ്മൾ ഈ വെള്ളച്ചാട്ടം തന്നെ കാണാൻ വേണ്ടി ഒരു പ്രാവശ്യം ഒന്ന് വരുന്നുണ്ട്. ഇതുണ്ടോ മരങ്ങളെല്ലാം ഉണങ്ങി കൊട്ടയിലിരിക്കുക, ഒരൊറ്റ ഇലയുണ്ടെന്ന് നോക്കി. എന്നാ വെയിലാണ് ഇവിടെ അല്ലേ. നമുക്ക് കട്ടപ്പന ഭാഗത്തൊന്നും ഇത്രയും വെയിലില്ല കേട്ടോ. എന്നാലും നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഇവിടെ. ആ ഒരു മല കണ്ടോ, അവിടെ വേണം ചെന്ന് കയറാൻ. ഇതിവിടെ ഒരു ചെമ്പകമൊക്കെ പൂത്തുപ്പുണ്ട്, വെള്ളച്ചെമ്പകം. ഇവിടെ നിന്ന് താഴോട്ട് നോക്കി, ഇതിന്റെ തൊട്ട് താഴെയാണ് ആ വെള്ളച്ചാട്ടമേ. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ അടുത്താണ്. പക്ഷെ നമ്മളകത്തേക്ക് എത്തണമെങ്കിൽ അപ്പുറത്തോട് ഒത്തിരി വളഞ്ഞ് തിരിഞ്ഞു വരണം. ഇടുക്കിയുടെ മലനിരകളൊക്കെ കിടക്കണുണ്ടോ. ഇപ്പൊ ശരിക്കും പറഞ്ഞാണ്ടല്ലോ നല്ലതായിട്ട് വിശക്കാൻ തുടങ്ങി കേട്ടോ. പക്ഷെ ഇവിടെ അടുത്ത് നമുക്ക് ഫുഡൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് വന്നെങ്കിൽ കഞ്ഞിക്കുഴി കയറി ചെന്നാലേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. എന്തായാലും നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോവാം. നല്ല വെള്ളമുള്ള സമയത്താണെങ്കിൽ കേട്ടല്ലോ, ആ പാലത്തിന്റെ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം അവിടുന്ന് കുതിച്ച് ചാടി വരുന്ന കാണാനേ അടിപൊളി കാഴ്ചയാണ്. ഈ പാലത്തിന്റെ അക്കരെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷെങ്കിൽ ആ കടയൊന്നും ഇപ്പോൾ പ്രവർത്തനമല്ല. കണ്ടോ, ആ മേട്ടിൽ കൂടെ ഒക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. മണ്ടേ നോക്കിയാൽ തീയൊക്കെ പുകയുന്നുണ്ട് ആ വീടിൻ്റെ അവിടുന്ന്. അല്ലേ കുറേ തെങ്ങ് കൃഷിയൊക്കെ ഉണ്ട്. നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് കുറച്ചെങ്കിൽ വന്നപ്പം ഇവിടെ വന്നപ്പോൾ വഴി ഇങ്ങനെ തിരിയുവാണേ. മുകളിലോട്ടൊരു വഴി, താഴോട്ടൊരു വഴി, ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴി. അപ്പോൾ ഇവിടെ ഒരു വഴി വേണം. ഇതിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. അതിലേ അങ്ങനെ അതൊരു വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അല്ല, അതിലൂടെ ഒരു വഴി അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ പണ്ടൊരു കടയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. നോക്കി, പക്ഷെ ഇപ്പം നിലവിൽ അടച്ചിട്ടിരിക്കുക. നമുക്കപ്പം എന്തായാലും ഈ വഴി അല്ലെന്ന് തോന്നുന്നു പോകുന്നു. ആ വഴിയാണ് കുറച്ചുകൂടെ തെളിഞ്ഞ് കിടക്കുന്നല്ലേ. അപ്പോൾ അതിലേ അങ്ങോട്ട് കയറി പോകാമല്ലോ. അതായിരിക്കും മിക്കവാറും ആ മുകളിൽ ആ മലയുടെ അങ്ങോട്ട് പോകുന്ന വഴിയല്ലേ. നമ്മളാ താഴേനെ നല്ല കയറ്റമാണ് കയറി വന്നത്. ഇവിടെയൊക്കെ റോഡ് ഇങ്ങനെ നല്ല കോൺക്രീറ്റ് ആയിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് പണിതിട്ടിരിക്കുക. ഇവിടുന്ന് അങ്ങോട്ട് നല്ല ടാറിങ് റോഡ്, പിന്നെയും കോൺക്രീറ്റ് കുറേ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇവിടെ ഒരു സംഭവം ശ്രദ്ധിച്ചത്. അവിടെ കുറേ സ്റ്റെപ്പൊക്കെ കണ്ടേ. നമ്മുടെ ആ സിനിമയിൽ, കൂടോത്ര സിനിമയിൽ കുറേ സ്റ്റെപ്പ് കയറി അവരുടെ വീട്ടിലോട്ടൊക്കെ പോകുന്നൊരു വഴിയുണ്ടല്ലോ. ആ ഒരു വഴി ഇതിലെയാണ് പോകുന്നത് കേട്ടോ. ഈ സ്റ്റെപ്പ് കണ്ടപ്പോൾ എനിക്ക് പിടി കിട്ടിയേ. ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട്. ഇതെല്ലാം അവരുടെ ലൊക്കേഷൻ പരിപാടിയിലൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് നല്ല പൂക്കളൊക്കെ എനിക്ക് നോക്കി. പൂക്കൾ കണ്ടാൽ പിന്നെ അറിയാലോ നമ്മൾ ഇവിടത്തില്ല. മുകളിൽ നിന്ന് പട്ടിയൊക്കെ കുറയ്ക്കുന്നുണ്ട്. എന്നാലും നമുക്കൊന്ന് കയറി പോകാല്ലേ. ഇതിൻ്റെ അപ്പുറത്താണ് ഒരു വ്യൂ പോയിന്റ് പോലെ ആ പാറക്കെട്ടൊക്കെ. ഹോയ്, ഭയങ്കര കുറയാണല്ലോ അവിടെ. അതിൻ്റെ മുകളിലൊരു വീടുണ്ട്. ആ വീടായിരുന്നു അവിടെ ഒരു മെയിൻ വീടൊക്കെ ആയിട്ട്. ഇവിടെ ഒത്തിരി ആൾക്കാർ താമസിക്കണം കേട്ടോ. സ്റ്റെപ്പുകൾ അടിച്ചിട്ടൊക്കെ നോക്കി, നല്ല രസമുള്ള സ്ഥലമല്ലേ. മഴക്കാലത്തൊക്കെ വരുന്നെങ്കിൽ നല്ല പച്ചപ്പായിരിക്കും ഇത്. പട്ടിയും ഉള്ളൊരു വിടുകയല്ലേ. അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ ഇവിടെ സ്റ്റെപ്പ് അടിച്ചില്ല. ഇവനാണ് പ്രശ്നക്കാരൻ. വേണ്ട വേണ്ടണ്ട, നമുക്ക് ഈ സൈഡിൽ കൂടെ ഒന്ന് പോയി നോക്കാം. ഇവിടുന്ന് അങ്ങോട്ടേ അടിപൊളി വ്യൂ ആട്ടോ. ഓക്കെ, അയ്യോ ഒരു രക്ഷയില്ല. നല്ല വ്യൂ ആട്ടോ. അവിടെ നമ്മളെ കയറി വന്ന വഴിയൊക്കെ ഉണ്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ചുകൂടെ മുകളിലോട്ട് കയറി പോവാണ്. ഇപ്പം മുകളിലത്തെ വീട്ടിലും പട്ടിയുണ്ട് കേട്ടോ. ഇവിടെ എല്ലാ വീട്ടിലും പട്ടിയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങ് മുകളിലുണ്ട്. ആ, ഒരു പട്ടിയൊന്നും അല്ലേ. ഇവിടെ ഒരു വീടുണ്ടോ. ഇതായിരുന്നു സിനിമയിലെ മെയിൻ വീട്. ഇതിങ്ങനെ കുറേ കയറി പോകാനുണ്ട് കേട്ടോ മുകളിലോട്ട്. കണ്ടോ,
അപ്പൊ സിനിമയിലുണ്ടായിരുന്ന മെയിൻ വീട് ഇതായിരുന്നു കേട്ടോ. അങ്ങോട്ട് അടുക്കാൻ മേല, പട്ടി ഭയങ്കര വിഷയമാണ്. ഇതിന്റെ മുകളിലൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റെപ്പ് വെട്ടി പോയിരിക്കുന്നു നോക്കിയേ. ഇവിടെ ഉള്ളത് വെച്ച് ആ വീട് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഈ മുള്ളുചെടിയാണോ പുല്ലാണോ ഇങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ടോ. നമുക്ക് ആ പാറ ആ സൈഡിലോട്ട് പോകാം. അവിടെ നിന്ന് അങ്ങോട്ട് നല്ല വ്യൂ. എന്നാ ഭയങ്കര പാറയാണ്, താഴോട്ട് വലിയ കുഴിയാണ്. പാറയിൽ അങ്ങനെ ഇങ്ങനെ കയറത്തില്ല. അങ്ങനെ നമ്മൾ പാറപ്പുറത്ത് കയറി കേട്ടോ. ഇതുണ്ട് അവര് സെറ്റിട്ടാ അതേപടി കിടക്കുമെന്നു. സെറ്റിട്ടാണോ ഇവിടെ ഉണ്ടായിരുന്ന വീടാണോ? ഇവിടെയൊക്കെ ആയിരുന്നു ലാസ്റ്റ് സീനൊക്കെ. ഇവിടെ ആയിരുന്നല്ലേ ആ ശൂലമെല്ലാം കൊണ്ട് കുത്തിവെച്ച്. സംഭവം പൊളിച്ചു. ഞാൻ ആ വീട്ടിൽ ആള് കാണുമെന്ന് ചോദിച്ചേ. അവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല, ഒഴിഞ്ഞു കിടക്കുന്ന വീടാ. ഇതാണ് അതിന്റെ മെയിനായിട്ടൊരു സ്ഥലമായിരുന്നു കേട്ടോ. നോക്കി ഇവിടെ വെച്ച ഒരുപാട് സ്റ്റണ്ട് സീനും പരിപാടിയൊക്കെ നടത്തിയ അതിന്റെ ആ ഒരു എംപ്ലോയല്ല ഇവിടുന്ന് പൊളിച്ചു വന്നിട്ടുണ്ടേ. അതിന്റെ കുറെ മെറ്റീരിയൽസ് എല്ലാം. ഇത് കട്ട ഉള്ളത് തന്നെ. അതിന്റെ മുകളിൽ കൂടെ അവര് ഇതൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന ഇതുണ്ടോ, തെർമോക്കോൾ വെച്ച്. ഇതും ഇതൊക്കെ പിന്നെ വരച്ചൊപ്പിച്ചു വന്നു. ഇതൊക്കെ തെർമോക്കോളാണേ. സത്യം പറഞ്ഞാ ഇപ്പൊ ഒരു മടല് വീണ് ഞാൻ തന്നെ പേടിച്ചു വരാം പോലെ. ഇതുണ്ടോ, അത്രയൊരു മടല് താഴോട്ട്. ഒന്നും ഞെട്ടിപ്പോയി. ആ ഷൂട്ടിങ്ങിന്റെ കുറെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടിങ്ങനെ കൂട്ടി വെച്ചേക്കുന്നുണ്ടോ. ഇതുണ്ടോ, അതെല്ലാം തെർമോക്കോളാണേ. എന്തായാലും ഒരു അടിപൊളി സ്ഥലം കേട്ടോ. ഇതിന്റെ ലൊക്കേഷന്മാരെ നമ്മുടെ അജീഷ് കീർത്തോടാണ് കേട്ടോ. നമ്മുടെ കൂട്ടുകാരനാണ്. മുള്ള പുള്ളിയുടെ ഇടുക്കി ജില്ലിസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടേ. പുള്ളിയാണ് ഈ സ്ഥലങ്ങളെല്ലാം അവരെ കാണിച്ചു കൊടുത്തത്. ഇതൊക്കെ രാത്രിയൊക്കെ സെറ്റിട്ട് അവരെടുത്തതാ. അതുകൊണ്ടോ നമ്മൾ ഇറങ്ങി വന്ന വഴി അങ്ങ് ദൂരെയായിട്ട് ആ അമ്പലമൊക്കെ കണ്ടോ. അതിൻ്റെ ഇപ്പുറത്തൂടെ റോഡ് നേരെ താഴെ പുന്നയാറിന് പോകുന്നത്. അപ്പം ഇതാണ് അവർ പറഞ്ഞ വെള്ളിമല. ഇതിൻ്റെ ഒരു ലാസ്റ്റ് സീന് ഈ ഒരു പാറപ്പുറത്തുനിന്നൊക്കെ ആയിരുന്നു തോന്നുന്നത് തീർക്കുന്നത്. ഇനി രണ്ടാം ഭാഗമൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. പുള്ളിക്കാരൻ വന്ന് ഇരുന്നതൊക്കെ ഇവിടെയായിരുന്നു ലാസ്റ്റ് വന്ന്. ഇതുണ്ടോ, ഇവിടെ വെച്ചായിരുന്നു ഫൈറ്റ് സീനൊക്കെ ഉണ്ടായിരുന്നത്. ഇവിടെ ആയിരുന്നു ഷൂലൊക്കെ കുത്തിവെച്ച് ഇതാക്കിയിരുന്നു കല്ലിനിടയ്ക്ക്. എന്തായാലും നമ്മൾ ഇച്ചിരി കൂടെ ഒന്നെങ്കിൽ രാവിലെ വരണം അല്ല വൈകുന്നേരം വരണം. ഇവിടെ ഒന്ന് താഴോട്ടൊക്കെ ഉള്ള ഓരോ കാഴ്ചകളുണ്ടോ, ആ വീടുകളും അതുപോലെ തന്നെ ആ മലങ്കെട്ടുകളും. അടിപൊളി വ്യൂ കേട്ടോ. ഇവിടെ നിന്ന് ഒരു മനുഷ്യൻ പോലും ഇതുവരെ ഒരു യൂട്യൂബിന്റെ ഒരു പരിപാടി എടുക്കാറൊന്നും ആരും വന്നിട്ടില്ല. അത്രയും മനോഹരമായ ഒരു സ്ഥലമാണിത്. നല്ല സ്ലോപ്പ് പാറയാണ് കേട്ടോ. ഇത്ര സ്ലോപ്പായി താഴോട്ട് മറിയോ. മഴയത്തൊക്കെ വരുന്നെങ്കിൽ നല്ല പായലായി നമ്മൾ നടക്കാതെ തന്നെ അങ്ങ് താഴത്തില്ല. ആ ഒരു വീട് കണ്ടോ. അതിന്റെ ഫ്രണ്ട് വശത്ത് നോക്കിക്കഴിഞ്ഞാലേ അതിൽ ആൾക്കാർ താമസമാണെന്ന് തോന്നുന്നേ. പക്ഷെ ഇവിടെ വരുമ്പോഴാണ് കാണുന്നത് അതിൽ ആളില്ല. ഇതിന്റെ മുകളിലോട്ട് ഇനിയും കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടം വരെ ഉള്ളൂ. ചെമ്പകം നിൽക്കുന്നത്. ഇതൊരു വീട്. നമ്മൾ ഈ കയറുന്നിടത്തുള്ള വീട്ടിലെ ചെറിയൊരു ഗാർഡൻ തന്നെയാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ല. ഇതുണ്ടോ, താഴേന്ന് കയറി നമ്മൾ കഞ്ഞിക്കുഴി പള്ളിയുടെ അവിടെ എത്തി കേട്ടോ. കഞ്ഞിക്കുഴിയിലെ പള്ളി ഇതാ. ഇവിടുന്ന് ഇനി താഴോട്ട് ഇറങ്ങി ചെന്നാൽ നമുക്കിനി കഞ്ഞിക്കുഴി സിറ്റിയാണേ. ഞാൻ ഉദ്ദേശിച്ച് വന്നൊരു വഴി മാറിപ്പോയി. അപ്പുറത്തൊരു പുന്നയാർ കവലയൊക്കെ ഉണ്ടായിരുന്നു വേറെ. അവിടേക്ക് നമ്മൾ എത്തിയില്ല കേട്ടോ.
ഒരു ചെറിയ കവലയായിരുന്നു. അങ്ങനെ നമ്മൾ കഞ്ഞിക്കുഴി വന്ന് ഇവിടെ ഒരു ഹോട്ടലിൽ കയറി ഇച്ചിരി ചോറൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് ഉമ്മൻചാണ്ടി കോളനി ആ ഭാഗത്തോട്ട് പോവാണ് കേട്ടോ. SNUP സ്കൂൾ ഇടുക്കി കഞ്ഞിക്കുഴി. സ്കൂളിൻ്റെ ഒരു കെട്ടിടം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നു കേട്ടോ. നമ്മൾ ഈ പോകുന്ന വഴിക്കാണ് ഉമ്മൻചാണ്ടി കോളനിയൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് ആ വഴിക്ക് തന്നെ നമുക്ക് ചുരുളി ആ ഭാഗത്തേക്ക് തന്നെ ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ കഞ്ഞിക്കുഴിയിൽ നിന്ന് വന്ന വഴിയില്ലേ ആ വഴിക്ക് അങ്ങനെ വന്നിട്ട് കുറച്ച് ദൂരം ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ദൂരം ഇങ്ങ് വരണം കേട്ടോ. 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററോളം വരണം. ഇവിടെ ഒരു ലൈബ്രറി ഒക്കെ കാണാം. ഇതാണ് നമ്മുടെ ഈ ഉമ്മൻചാണ്ടി കോളനിയിലോട്ട് ഇറങ്ങുന്ന വഴി കേട്ടോ. ഇതേ കുറച്ച് താഴ്വട്ടയിലുമാണ് ഉമ്മൻചാണ്ടി കോളനി എന്നുള്ള ആ ഒരു മേഖലയിലോട്ട് നമ്മൾ ചെല്ലുന്നത്. പോയി നോക്കാം. ഉമ്മൻചാണ്ടി കോളനിയിലെ വീടുകളുണ്ട്. അതുകൊണ്ടോ അങ്ങോട്ട് നോക്കി ആ പാറക്കെട്ട് ഇരിക്കുന്ന നോക്കി. കഞ്ഞിക്കുഴി ഭാഗത്ത് ഇവിടെ എവിടെ നോക്കിയാലും ഭയങ്കര പാറക്കെട്ടാണ് കേട്ടോ. ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്. ദിയ സ്റ്റോർ മഴുവടി കഞ്ഞിക്കുഴി. മഴുവടി എന്നും ഈ സ്ഥലത്തിന് പേരല്ലേ. ഇതാണ് ഉമ്മൻചാണ്ടി കോളനിയിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. ഉമ്മൻചാണ്ടി കോളനി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. കോൺക്രീറ്റ് റോഡാണ് മേളിലോട്ട്. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ. ഉമ്മൻചാണ്ടി സാർ വന്ന് പട്ടയം കൊടുത്ത സ്ഥലമാണ് കേട്ടോ ആൾക്കാർക്ക്. അതാണ് ഉമ്മൻചാണ്ടി കോളനി എന്നുള്ള പേര് വന്നിരിക്കുന്നത്. അതില് ഉമ്മൻചാണ്ടി കോളനിയിൽ പേരിട്ടത് കരിമ്പൻ ജോസ് എന്ന് പറഞ്ഞൊരു പുള്ളിയാണെന്നാണ് പഠിക്കുന്ന ഒരാളോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇവിടെ ഒരു LPS ഉണ്ട് കേട്ടോ. ആൽപ്പാറ സ്കൂളുണ്ടോ, മഴുവടി സ്കൂൾ. ഇവിടെ ഒരു ചേട്ടനുണ്ട്. ചേട്ടനോട് ഇവിടുത്തെ ഉമ്മൻചാണ്ടി കോളനിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. പേരെന്നാന്നേ? കുമാർ. ഇവിടെ തന്നെ താമസിക്കുന്നത്. ആ, ഇതാണ് വീട് അല്ലേ. ആ, പിന്നെ ഞാൻ ചോദിക്കായിരുന്നു ഇവിടെ ഉമ്മൻചാണ്ടി കോളനിന്ന് പേര് വരാൻ കാരണം? ഉമ്മൻചാണ്ടി കോളനിയിൽ പേര് വരാൻ കാരണം ഉമ്മൻചാണ്ടി സാറ് നേതാവോ അല്ലെങ്കിൽ നേതാവായിരുന്ന സമയമാണ്. മറ്റേ MLA മന്ത്രി അങ്ങനെയുള്ള സ്ഥാനത്തല്ലായിരുന്നു. അപ്പൊ ഈ കോളനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ശരിക്കും C രാമനാഥനും നമ്മുടെ കരിമ്പൻ ജോസ് എന്ന് പറയുന്ന ആളും ഒക്കെ ആയിട്ട് ഇവര് ഈ സ്ഥലത്തിന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരാണ്. പ്രവർത്തിച്ചാണ് ഇവിടെ 39 പ്ലോട്ട്. 39 വീടല്ലേ? വീടല്ല, പ്ലോട്ട്. 2 ഏക്കർ സ്ഥലം വെച്ചു. 2 ഏക്കർ സ്ഥലം വെച്ചു കിട്ടി. അപ്പൊ അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. അത് കഴിഞ്ഞ ശേഷമാണ് പുള്ളി തിരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കാൻ നിൽക്കുകയും അതിന് ശേഷം MLA ആയി. അങ്ങനെയാണ് ഈ കോളനിയിൽ പേര് വരാൻ കാരണം അല്ലേ. ഇന്നും പുള്ളി ജീവിച്ചിടത്തോളം കാലം ഇവിടെ വരുമായിരുന്നു. ഞങ്ങളെ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു. ഞങ്ങളെ കണ്ടിരുന്നതും അങ്ങനെയായിരുന്നു. C രാമനാഥനൊക്കെ ആയിട്ട്, കരിമ്പൻ ജോസും ഒക്കെ ആയിട്ട്. അങ്ങനെയാണ് ഈ ഇങ്ങനെ പേര് വന്നത്. ആൾക്കാർ വന്നു. ഏത് കൊല്ലം അത് സ്ഥലം കിട്ടിയത് 77-ലാണ്. 77-ലാണ് സ്ഥലം കിട്ടിയത്. 1977. ശരി, എന്നാ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഉമ്മൻചാണ്ടി കോളനിന്ന് പേര് വന്നതെന്ന് മനസ്സിലായില്ലേ? അവർ പറഞ്ഞുണ്ടോ? അപ്പം ഉമ്മൻചാണ്ടി സാറ് ഇവിടെ വന്ന് കുറേ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഈ 39 ഫ്ലോട്ട് 2 ഏക്കർ സ്ഥലം വെച്ച് ഇവർക്കെല്ലാം കിട്ടിയത്. നമ്മളീ പോകുന്ന സ്ഥലം ഈ റോഡിന്റെ അടിമാറ്റാണ് വീടുകൾ കൂടുതലുള്ളത്. അപ്പൊ നമ്മൾ ഈ മോളിൽ ആൽപ്പാറ റൂട്ടിലാണ് പോകുന്നത്. ഇല്ല, അങ്ങനെ പോയാൽ നമുക്ക് അപ്പുറത്തെ കരിമ്പൻ ഭാഗത്തേക്ക് പോകാം. ഇവിടെയൊക്കെ കണ്ടോ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മളാ ഉമ്മൻചാണ്ടി കോളനി ഇത് ആദ്യപ്പെട്ട സ്ഥലങ്ങൾ തന്നെയാണെന്നാണ് അവിടുന്ന് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പം നമ്മൾ കുറച്ചുകൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വയസ്സൈഡിൽ മലയിഞ്ചിയൊക്കെ നിൽക്കുന്നുണ്ടോ. മലയിഞ്ചി കൃഷികളൊക്കെ, പിന്നെ കപ്പിലുമാവ്, കശുവണ്ടി. നമ്മളിപ്പോൾ വന്നത് ആ വഴിക്കുന്നാണ് കേട്ടോ. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് കഞ്ഞിക്കുഴി ഭാഗത്തേക്ക് തന്നെ വീണ്ടും പോകാം. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടേ, ഉമ്മൻചാണ്ടി കോളനി കഞ്ഞിക്കുഴി. അങ്ങോട്ടും ഇങ്ങോട്ടും നടുക്കൂടെ കിടക്കുന്ന ഈ വഴി നമ്മൾ ഇനിയിപ്പോൾ മുന്നോട്ട് ഇതിലേ പോകണ്ട കേട്ടോ. ഇതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് ആൽപ്പാറ വഴി അങ്ങനെ ചുരുളി, ചെറുതോണി, കട്ടപ്പന. അപ്പം നമ്മൾ ചുരുളിപ്പതാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ. ഇവിടുന്ന് നമ്മൾ തിരിഞ്ഞ് ഈ ഒരു വഴിക്കാണ് പോകേണ്ടത്.
ചെറിയ വഴിയാണെങ്കിൽ നല്ല വഴിയാണോ. അപ്പുറത്തെ മഞ്ഞ് കയറിയും. നമ്മളീ പോകുന്നതിന്റെ വലത് സൈഡ് മുകൾ വശം വലിയ പാൽക്കുളവും ചെറിയ പാൽക്കുളവുമായിട്ടുള്ള 2 സ്ഥലങ്ങളാണ് കേട്ടോ. ഈ മുകളിലോട്ടൊക്കെ വഴി പോകുന്നുണ്ട്. അതൊക്കെ പാൽക്കുളം വീട്ടിലേക്ക് വേണമെങ്കിൽ ഇവിടുത്തെ താമസിക്കുന്നവർക്കൊക്കെ കയറി പോകാനറിയാം. നമ്മൾ പോയാൽ ശരിയാവില്ല. അവിടെ ആന വരെ ഉള്ള സ്ഥലമാണ്. നമ്മൾ വന്ന വഴിക്ക് ഇതുകൊണ്ട് ഇവര് കുറച്ച് ആൾക്കാർ വഴിക്ക് ഇങ്ങനെ ഇഞ്ചിയൊക്കെ ഒരുക്കുന്നുണ്ട്. ഈ ഇഞ്ചി എന്താണെന്ന് വെച്ചാൽ മലയിഞ്ചിയാണ് കേട്ടോ. അവരുണ്ടോ അത് വെട്ടി ഒരുക്കുന്ന നോക്കി. ഇവര് മുഖം കാണിക്കണ്ടെന്നാ പറഞ്ഞത്. അത് കാരണം എനിക്കിതിപ്പോ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നുള്ളേ. ഒരുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി കണ്ടോ. അന്നേരം അവിടെ ദൂരത്തെ ചാടി ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്താണോ വേ കുശ് കുശ് കുശ്. നല്ല ഉറക്കമായിരുന്നു. അവന്റെ ഉറക്കം പോയി. ഇത് ആൽപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അപ്പം എന്നാന്ന് വെച്ചാൽ അവരുടെ മുഖം കാണിക്കണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ നമ്മൾ ഇച്ചിരി ദൂരത്തിലാണ് എടുക്കുന്നത്. അത് അവരവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ടോ. അങ്ങനെ നമ്മൾ ആൽപ്പാറയൊക്കെ കഴിഞ്ഞ് കുറച്ചെങ്കിൽ മുന്നോട്ട് വന്നപ്പോൾ ഇപ്പം ഏകദേശം നമ്മൾ ചുരുളിക്കടുത്ത് എത്താറായി കേട്ടോ. ചുരുളിയിൽ നിന്ന് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അവിടുന്ന് കട്ടപ്പന റൂട്ടിൽ അങ്ങനെ അങ്ങ് പോത്തേ ഉള്ളേ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഹൈപ്പൊക്കെ ചെയ്യുക. മറ്റുള്ളവരിലേക്ക് നമ്മുടെ ചാനലൊന്ന് എത്തിക്കാൻ ശ്രമിക്കുക. ഭംഗിയുള്ള മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ.